രാവിലെ നിന്നില്ല രാത്രി നിന്നില്ല യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ് മോസ്റ്റ്ലി എല്ലാ ന്യൂസ് ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി GCCയിലുള്ള നമ്മളറിയുന്ന ഒരുപാട് നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ ഒരു സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുവരെ കാര്യങ്ങൾ ഒരു എന്താ പറയുക ഹൈപ്പർ എസ്കലേഷനിൽ പോയിട്ടില്ലെങ്കിൽ പോലും ഒരു തലവനില്ലാത്ത രാജ്യം, എസ്പെഷ്യലി ഇറാൻ, ഒരു റിജീമിൻ്റെ അണ്ടറിലായിരുന്നു, ഒരു നേതാവിൻ്റെ അണ്ടറിലായിരുന്നു. ആ നേതാവില്ലാതായി വേറൊരു നേതാവിനെ അവർ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അതിന് ഇവർ തട്ടിയെന്നാണ് കേൾക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുന്നറിയോ? ഓൾറെഡി ഇവന്മാർ മറ്റേ പൂഴിമണിന് മുകളിൽ വാരി എറിയുന്ന പോലെയാണ് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. ഇറാൻ പ്രിസൈസ്ലി ഒരു സ്ഥലം വെച്ചടിക്കാനൊന്നും അവർക്ക് അത്ര അങ്ങോട്ട് ഇല്ല. ഓക്കെ, അതാണ് അവർക്ക് ടെക്നോളജി അല്ലെങ്കിൽ അവർക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടികൾ കയ്യിൽ കാണും. പക്ഷെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതെങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ എങ്ങനെ ഗൈഡ് ചെയ്യും, ഇതെങ്ങനെ ഒരു സ്ഥലത്ത് പ്രിസൈസ്ലി കൊണ്ടുപോയി അടിക്കും. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അടിച്ച പോലെ ഒന്നും അത്ര പ്രിസൈസ്ലി ഒന്നും അടിക്കാൻ പറ്റില്ല. അപ്പോൾ ലൈക്ക് ഇസ്രായേൽ ഒരു അമേരിക്ക ഇറാൻ അടിച്ച പോലെ ഇറാനെ തിരിച്ച് വേറൊരു രാജ്യത്തിന് അടിക്കാൻ വളരെ പാടായിരിക്കും. പിന്നെ മറ്റേ പൂഴിമണിൽ മുകളിലെറിഞ്ഞ് വീഴുന്നതിൻ്റെ മുകളിൽ എല്ലാം പോയി മണൽ വീഴുന്ന പറഞ്ഞ അവസ്ഥയിലാണ്. അത് ഇപ്പോൾ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയും കൂടിയാണ്. കാരണം ആരും ഇല്ല, അവരെ ഗൈഡ് ചെയ്യാൻ ആരും ഇല്ല. അവരുടെ സിസ്റ്റം തന്നെ ഒരു പൊളിഞ്ഞ സിസ്റ്റമാണെന്നുള്ളവരുടെ ഫോറിൻ അലയൻസ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബ്ബാസ് അറാച്ചി. അങ്ങനെ ഒരു സിസ്റ്റം മൊത്തത്തിൽ എന്തോ എവിടെയോ കിടക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇറാനുള്ളത്. അതുകൊണ്ട് തന്നെ GCCയിലുള്ളവർ സേഫായിട്ടിരിക്കുക. ഈവൻ GCC വിട്, ഇന്ത്യയിൽ വരെ നമ്മൾ സേഫ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേസ് അങ്ങനെയാണ്. ഓക്കെ, ഞങ്ങൾ എന്തായാലും തീർന്നു, ഇന്നപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളെല്ലാം കൂടി എടുത്തിട്ട് പൊട്ടിക്കുക, എല്ലാവരും തീർക്കുന്നുള്ള മൂഡിലാണ്. ഇങ്ങനെയുള്ളവരുടെ കയ്യിലൊരു ന്യൂക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അബ്ബാസ് അറാച്ചിയുടെ ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത പോർഷനകത്ത് ഇയാൾ ഇപ്പോഴത്തെ ഈ GCCയിൽ അടി നടക്കുന്നുണ്ടല്ലോ, പല സ്ഥലങ്ങളിലായിട്ട് ഇവർ അമേരിക്കൻ ബേസുകൾ അടിക്കുന്നു എന്ന് പറഞ്ഞ് സിവിലിയൻസ് അടക്കം കാഷ്വാലിറ്റീസ് വരുന്ന രീതിയിലുള്ള പ്രൊജക്ടൈൽസ് വിട്ടിട്ടുള്ള ഈ പരിപാടി ഇതെന്തുകൊണ്ടാണ് ഇറാൻ ചെയ്യുന്നതെന്നുള്ളത് എല്ലാവരും ഡൗട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും വിചാരം ഇറാൻ ഇത് ചെയ്യാൻ കാരണം ഓടിക്കയറി അടുത്തുള്ള GCC രാജ്യങ്ങളെ ആക്രമിക്കാൻ കാരണം, അല്ലെങ്കിൽ അതിലേക്ക് പ്രൊജക്ടൈൽസ് വിടാൻ കാരണം അമേരിക്കൻ ബേസുകൾ മാത്രം അടിക്കാനാൽ അല്ല. ചിലർ ചിന്തിക്കുക എങ്ങനെ, ഇത് ചിലപ്പോൾ നമുക്ക് സിറിയയിലോ ഇറാഖിലോ കുവൈത്തിലോ ബഹ്റിനിലോ സൗദിയിലോ ഖത്തറിലോ UAE ഒക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ഇടപെട്ടിട്ട് യുദ്ധം നിർത്തി തരും എന്നുള്ള മൂഡിൽ ചിന്തിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. സംഗതി ഇവന്മാർക്ക് ഇത് അടിക്കാൻ അറിയില്ല, ഉണ്ടാക്കാനേ അറിയൂ. അത് ഇവരുടെ ഫോറിൻ മിനിസ്റ്റർ കൃത്യമായിട്ട്, ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Qatar and Oman foreign ministers, I explained for them what happened in Oman was not our choice. We have already told our armed forces to be careful about the targets that they choose. As a matter of fact, our military units are now in fact independent and somehow isolated, and they are acting based on instructions, general instructions given to them in advance. Well, there might be a risk. I have been in touch. കേട്ടല്ലോ നിങ്ങൾ. അതായത് ഈ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ തന്നെ അബ്ബാസ് തന്നെ വന്നിരുന്നു പറയുകയാണ്, അവരുടെ ആംഡ് ഫോഴ്സിൻ്റെ ടാർഗറ്റ് ചൂസ് ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റി ഇല്ലാതായിരിക്കുകയാണ്. കുറച്ചധികം കാലമായിട്ടില്ല. അവർക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുത്ത കുറേ എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലെറ്റ്സ് ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ ഈ ഒരു സിസ്റ്റം, ഓക്കെ, ഈ ഖമീനി റെജീമിൻ്റെ ഇവരുടെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യക്കുള്ള പോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഇവർക്കുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഓക്കെ, IRGC എപ്പോഴും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഒരു കൂട്ടം കുറേ എന്താ പറയുക ഹൈഡ് ഔട്ട്സിനകത്ത് ഒളിച്ചിരുന്ന് ഈ പ്രൊജക്ടൈൽസ് കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതേപോലുള്ള മിസൈൽസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ ആളുകൾ, അവർക്ക് പ്രീ പ്ലാൻഡ് ആയിട്ട് കുറേ അഡ്വൈസുകൾ കൊടുത്തിരിക്കുകയാണ്. ആ അഡ്വൈസിൽ തന്നെ പ്രീ പ്ലാൻഡ് അഡ്വൈസ് ഇങ്ങനെയായിരിക്കാം: ഇഫ് എനി ടൈം ഇസ്രായേലും അമേരിക്കയും കൂടി നമ്മൾ ആക്രമിക്കുകയാണെങ്കിൽ, നമ്മുടെ നേതാവ് കൊല്ലപ്പെടുകയാണെങ്കിൽ, നിങ്ങളൊന്നും നോക്കണ്ട മക്കളെ, അടുത്തുള്ള GCC രാജ്യങ്ങളിൽ
അമേരിക്കയുടെ സെറ്റിൽമെൻറ്റ്സ് കാണും. ഓക്കെ, അവരുടെ മിലിറ്ററി സെറ്റിൽമെൻറ്റ്സ് കാണും. അവിടേക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ കൊടുത്ത് വിട്ടുകൊണ്ടിരുന്നു, കയ്യിലുള്ളത് തീരുന്നത് വരെ ഇട്ടുകൊണ്ടിരുന്നു. ഡ്രോണായിട്ടും പ്രൊജക്ടൈൽസ് മറ്റേ മിസൈൽസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു എന്ന് പറയും. അപ്പം ഇത് ഓൾറെഡി ഒരു പ്രീ പ്ലാൻഡ് സാധനം, ഒരു എന്താ പറയുക, മുൻകൂട്ടിയുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇത് അപ്പം കൊടുത്തിട്ട് ഇവർ കൊണ്ടുപോയി അടിക്കുന്നതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഇയാളിത് പറഞ്ഞതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായതാ. എവിടേക്കോ ആരൊക്കെയോ ഇരുന്നിട്ട് ഹൈഡ് ഔട്ട്സിൽ ഇരുന്നിട്ട് അങ്ങനെ എന്തായാലും സംഭവിച്ചു, ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയ ഇൻസ്ട്രക്ഷൻ, ഇത് അടിക്കാം. ഇത് ഓൾറെഡി മനസ്സിലാക്കിയ അമേരിക്ക അടക്കമുള്ള ഇസ്രായേൽ അടക്കമുള്ളവർ എന്ത് ചെയ്യുമെന്ന് അറിയും? നിങ്ങൾ മറന്നോന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ വർഷം ജൂണിൽ ബങ്കർ ബസ്റ്റർ വെച്ചിട്ട് ഇവന്മാർ ഈ ന്യൂക്ക് ഫെസിലിറ്റി മൊത്തം അടിച്ച് തകർത്ത സമയത്ത് തന്നെ അന്ന് തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. GCC രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ ഈ ആർമി സെറ്റിൽമെൻറ്റ്സ് മൊത്തത്തിൽ അവരുടെ പൗരന്മാരുടെ എണ്ണം അവർ കട്ട് ഷോട്ട് ചെയ്തു. എന്നിട്ട് അവിടെ ലീമെൻസ് ആയിട്ട് നിൽക്കുന്ന ബാക്കി രാജ്യങ്ങളിലുള്ള ആൾക്കാരെ അവർ ഇൻടേക്ക് കൂട്ടി. ഇപ്പം ഇവർ ഇതുപോലെ ഇറാൻ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് ഇവർക്ക് ഓൾറെഡി പ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു 1-2 മാസത്തിനിടയിൽ ഇവരുടെ മിലിറ്ററി സെറ്റിൽമെൻറ്റ്സിലെ ഓൾമോസ്റ്റ് ഇവരുടെ പൗരന്മാരെയും അവരുടെ മേജർ അസറ്റ്സൊക്കെ അവർ മാറ്റിക്കാണും. മനസ്സിലായോ? അവർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഇനി ഇറാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്ലാനും ഇല്ലാതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അടിച്ചോ, GCCയിലുള്ള അമേരിക്കൻ്റെ എല്ലാ സെറ്റിൽമെൻറ്റ്സിനും അടിച്ചോ എന്ന് പറഞ്ഞുള്ള ഈ അടി വരും എന്നുള്ളത് ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് ഇവർ അടിക്കും ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് എന്ത് സംഭവിക്കും? ഈ മിലിറ്ററി സെറ്റിൽമെൻറ്റ്സിൽ ലേമൻസ് ആയിട്ട് പോയി നിൽക്കുന്ന ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും പാകിസ്ഥാനുകാരും ശ്രീലങ്കക്കാരുമായിട്ട് ബാക്കി രാജ്യത്തുള്ളവർ തീർന്നു പോകും. പിന്നെ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇറാൻ ഏറ്റവും പേടിക്കേണ്ടത് ഇപ്പോഴാണ്. ഇന്ത്യ അടക്കം നമ്മളടക്കം പൗരന്മാരെ പേടിക്കണം. കാരണം ഉണ്ടാക്കി വെച്ച ഐറ്റങ്ങൾ എത്ര ദൂരം പോകുന്നു, എങ്ങനെ പോയി പൊട്ടുന്നു, ആരെങ്ങോട്ട് പറഞ്ഞയക്കണമെന്നൊന്നും ഇവന്മാർക്കില്ല. ഇതിനൊരു കോർഡിനേറ്റ്സ് സെറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ളൊരു GPS സിസ്റ്റം വെച്ച് പ്രിസൈസ്ലി ഇന്ന സ്ഥലത്ത് ഇന്ന ടാർഗറ്റ് പോയി അടിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള അതൊരു അഡ്വാൻസ്ഡ് സിസ്റ്റം കൂടി ഉണ്ടാക്കണ്ടേ? അതുണ്ടാക്കിയിട്ടില്ലല്ലോ. അതിനും ആരും ഇത് എവിടെയെങ്കിലും പോയി പൊട്ടാൻ മാത്രം കപ്പാസിറ്റിയിൽ വലിയ വലിയ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹൈപ്പർസോണിക്, സൂപ്പർ ഹൈപ്പർസോണിക്, ഇൻ്റർകോണ്ടിനെൻ്റൽ ബലിസ്റ്റിക് മിസൈൽ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഗൈഡ് ചെയ്യും? ഏത് കോർഡിനേറ്റ്സ് കൊടുത്ത് ഇത് എവിടെ പോയി അടിക്കുന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അവർക്കേ ഒരു അന്തവും ബോധവും ഇല്ലാത്ത കുറേ ടീമുകൾ. ഓക്കെ, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ GCCയിൽ ഇത്ര കൂടുതലുള്ള അടികൾ നടന്നത്. ആൻഡ് ഇന്ന് നടന്ന കാര്യങ്ങൾ മൊത്തത്തിൽ നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നൊരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം. ആക്രമണ പരമ്പര നടത്തി ഗൾഫ് രാജ്യങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലാക്കുക, ആകാശയുദ്ധവും ഭാവിയിൽ ഭൂ അതിർത്തികൾ കടന്നുള്ള അധിനിവേശം വന്നാൽ അതും എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കുക, പ്രത്യാക്രമണത്തിലൂടെ പ്രതിരോധം തീർക്കുകയാണ് ഇറാൻ. പേർഷ്യൻ ഗൾഫിൽ ഒമാൻ തീരത്തിന് 2 നോട്ടിക്കൽ മൈൽ അകലെ നിർത്തിയിട്ടിരുന്ന MKD വ്യോം എന്ന എണ്ണക്കപ്പലിലേക്ക് ആളില്ലാ ബോട്ടുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. MKD സ്കൈലൈറ്റ് എന്ന എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഉത്തരേന്ത്യൻ സ്വദേശികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. സംഘർഷം രൂക്ഷമാകുന്നതിനിടെ കുവൈത്ത് വ്യോമാതിർത്തിയിൽ 3 അമേരിക്കൻ പോർ വിമാനങ്ങൾ തകർന്നു വീണു. വിമാനം വീഴ്ത്തിയെന്ന് ഇറാൻ അവകാശപ്പെട്ടപ്പോൾ കുവൈറ്റ് അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാണെന്ന് അമേരിക്ക പ്രതികരിച്ചു. സൗദിയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ ആണിക്കല്ലായ അരാംകോ റിഫൈനറിക്ക് നേരെ ഇന്ന് ആക്രമണമുണ്ടായത് ഗൾഫ് മേഖലയെ ഞെട്ടിച്ചു. കുവൈറ്റിലെ അഹമ്മദി റിഫൈനറിയിലും ആക്രമണമുണ്ടായി. ബഹ്റൈനിലെ മനാമയിലും ഖത്തറിലെ ദോഹയിലും ആക്രമണങ്ങൾ ഉണ്ടായി. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമിട്ടും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ജനവാസ കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യമാക്കിയെത്തുന്ന ഡ്രോണുകളെ ശക്തമായി പ്രതിരോധിക്കുകയാണ് GCC രാജ്യങ്ങൾ. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലടക്കം ഇസ്രയേൽ ആക്രമണ പരമ്പര തുടരുകയാണ്. കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ഖമനേയിയുടെ ഭാര്യയും മരിച്ചതായി ഇന്ന് സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നഥാൻസ് ആണവ നിലയത്തിൽ നിന്ന് ആണവ ചോർച്ചയുണ്ടായെന്ന ഇറാൻ വാദം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തള്ളി. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ ഇന്ന് സ്ഫോടന പരമ്പരകളിൽ നടുങ്ങി. 555 പേർ ഇതുവരെ ഇറാനിൽ കൊല്ലപ്പെട്ടെന്നാണ് റെഡ് ക്രസന്റിന്റെ കണക്ക്. ഖമനേയിയെ കൊന്നതിന് പകവീട്ടാൻ ലെബനനിൽ നിന്ന് ഇന്ന് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള കനത്ത മിസൈൽ ആക്രമണം തുടങ്ങി. ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുൾ കമാൻഡറെയും വധിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. അടിയും തിരിച്ചടിയുമായി യുദ്ധം തുടരുമ്പോൾ സമാധാനത്തിലേക്ക് ഇനി എത്ര നാൾ? സമാധാനത്തേക്ക് കുറേ നാളുകളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് 4-5 ആഴ്ച ഇത് മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകുന്നതാണ്.
ഇതിലിപ്പോൾ നമ്മൾ ഓൾറെഡി എന്തുകൊണ്ട് GCCയിൽ ഇവന്മാർ കയറി അടിക്കുന്നു, അതടിക്കാനുള്ള കാര്യം ഇവന്മാർക്ക് പ്രത്യേകിച്ച് ഒരു അന്തോ മൊത്തമോ ഒന്നുമില്ല. ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് വെച്ച സാധനങ്ങൾ ഇപ്പോൾ വിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊരു കോർഡിനേഷൻ ഇല്ല. പ്രത്യേകിച്ച് ഇവരുടെ മുതിർന്ന തലകളൊക്കെ പോയല്ലോ, 10-40 എണ്ണത്തിനെ തീർത്ത് കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ആരെന്ത് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഏതെങ്കിലും ബങ്കറിലിരിക്കുന്ന ഒരുത്തനാവും തീരുമാനിക്കുന്നത്, നാളെ സൗദിക്ക് 2 എണ്ണം വിടാം, ഇപ്പുറത്ത് ഒമാനിക്ക് 4 എണ്ണം വിടാം, ഇത്രയേ ഉള്ളൂ ഇവന്മാർ. ഓക്കെ, അപ്പോൾ F-15 വിമാനം ഇന്ന് എങ്ങനെ 3 എണ്ണം താഴെ വീണു എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ഫ്രണ്ട്ലി ഫയർ ആണ് എന്നുള്ളതാണ് ലേറ്റർ ഓൺ മനസ്സിലാക്കാൻ പറ്റിയൊരു വിവരം. ഓക്കെ, കുവൈത്തിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചതാണ്. US-ൻ്റെ ഫൈറ്റർ ജെറ്റിന് അവർ ഫ്രണ്ട്ലി ഫയർ, അതായത് വേറെ ആക്രമിക്കാൻ വന്ന രാജ്യത്തിൻ്റെ ഒരു സെറ്റപ്പാണെന്ന് വിചാരിച്ച് അടിച്ചിട്ടു എന്നാണ് പറഞ്ഞത്. പോണ പോക്കിന് ശിക്കാരി ശംഭുവിനെ പോലെ ആ വീണ 3 എണ്ണം ഞങ്ങൾ അടിച്ചിട്ടാന്നുള്ളത് ഇറാൻ്റെ വർത്താനവും കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അറാംകോ ഓയിൽ റിഫൈനറിയിൽ ഇവന്മാർ കയറി അടിച്ചത്, ഓക്കെ, അതൊരു ചെറിയ കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. വൈ? ബിക്കോസ് കാരണം ഈ സൗദിയായിട്ട് ഇറാൻ അത്ര നല്ല ബന്ധത്തിലല്ല, ഇറാനായിട്ട് സൗദി അത്ര നല്ല ബന്ധത്തിലല്ല. ഇവിടെ ഓൾറെഡി MBS മുഹമ്മദ് ബിൻ സൽമാൻ ഇയാളെ ഹിറ്റ്ലറാണ് അടുത്ത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഖമീനിയെ. ഓക്കെ, ഇറാനെ കടന്നാക്രമിക്കാൻ പറ്റുന്ന ഓരോ സാഹചര്യത്തിലും MPS അടക്കം ഈ സൗദി ഭരണകൂടം പല സാഹചര്യങ്ങളിൽ കടന്നാക്രമിച്ചിട്ടുമുണ്ട്. അതിൻ്റെ സിനാരിയോ എന്താണെന്നുള്ളത് നമുക്കറിയാം. ബിക്കോസ് ഷിയ സുന്നി ക്ലാഷാണ്. ഈ ഷിയ സുന്നി ക്ലാഷ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ കൈ നനയാതെ മീൻ പിടിച്ചത് സൗദി അറേബ്യ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം സൗദി അറേബ്യക്ക് പ്രത്യേകിച്ച് അവരുടെ ഫോഴ്സുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല, അവരുടെ ഒരു രീതിയിലുള്ള ടെക്നോളജി അവർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. ട്രംപ് ഓൾറെഡി കയറി അടിക്കാൻ നിൽക്കുകയാണ്. ട്രംപിനെ കുത്തിത്തിരിച്ച് വിട്ടിട്ട് ഇസ്രായേലും ഉണ്ട്. ഇതിൽ 3 പേർക്കും ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് എണ്ണയാണ് വിഷയം. ട്രംപിൻ്റെ എണ്ണ വിഷയം ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വെക്കാം. എന്താണെങ്കിലും വെനസ്വേലയിൽ കയറി അടിച്ചു. സൗദി ഓൾറെഡി അവരുടെ ഒരു പ്രോക്സി പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, അമേരിക്കയുടെ ഒരു പ്രോക്സി പോലെയാണ്. അവർ തമ്മിലുള്ള ഡീൽ എന്താണെന്നുള്ളത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ വെനസ്വേല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എണ്ണ സംഭരണം ഉള്ളത് സൗദിക്കാണ്. സൗദി കഴിഞ്ഞാൽ പിന്നെ ഇറാനാണ്. ഇറാനും കൂടി ഇപ്പോൾ അവരുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓൾമോസ്റ്റ് അവരുടെ ഈ ട്രംപിന് ആവശ്യമുള്ള സാധനം കിട്ടി. അമേരിക്കയുടെ ആവശ്യമുള്ള എണ്ണ പരിപാടികൾ, അങ്ങനെ ആ ട്രേഡ് അത് ഇതെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ സെറ്റിലായി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ജൂതന്മാരുടെ അൾട്ടിമേറ്റ്, അവർക്ക് ഒന്നാമത് ഇസ്ലാമിക് റെജീമുള്ള എല്ലാ രാജ്യങ്ങളും അടിച്ചു തീർക്കണം എന്നാണ് അവർക്ക്. അങ്ങനെ ഒരു ഈഗോ വാശി. ആൻഡ് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഷിയ രാജ്യം തീർന്നു കഴിഞ്ഞാൽ അവർക്കത് ഇത്രയും നല്ലതെന്ന് പറഞ്ഞ് നടക്കുന്നവർ. അപ്പം 3 പേർക്കും ഇറാൻ അടിക്കുന്ന ഒരു വിൻ വിൻ സാധനമാണ്. അതിൽ തന്നെ സൗദിക്കും ഇസ്രായേലിന് പറയല്ല, സൗദിക്ക് എസ്പെഷ്യലി ബാക്കിൽ നിന്ന് തിരിയോളത്തിൽ വിട്ട് കഴിഞ്ഞാൽ അമേരിക്കയും ഇവരും കൂടി പോകുമല്ലോ പോയി അടിക്കാൻ വേണ്ടിയിട്ട്, ഇസ്രായേലും കൂടി. പിന്നെ അങ്ങനെ ചെയ്ത് വിട്ടതായിട്ടുള്ളൊരു ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്താണെങ്കിലും അവിടെ നിൽക്കട്ടെ. ഞാൻ കഴിഞ്ഞ ജൂണിൽ ചെയ്തൊരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഒറ്റ കൈക്ക് നിലനിൽപ്പിന് ഒരു വഴിയില്ല, അടിച്ചേ പറ്റുമോ, ആരും ഇല്ലെന്ന് നിങ്ങൾ അടിക്കും. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് എത്തും എന്നുള്ളതാണ് അറിയാത്തത്. ഇപ്പം എന്താണെങ്കിലും ഇസ്രായേലിൻ്റെ ആ ഒരു ആവശ്യം നിറവേറിയിട്ടുണ്ട്. ന്യൂക്ക് ഫെസിലിറ്റി മൊത്തം അടിച്ച് അമേരിക്ക തകർത്തു. അമേരിക്കയുടെ ആവശ്യം അതായിരുന്നു. ഇനി അവരുടെ രണ്ടാമത്തെ ആവശ്യം, ആദ്യത്തെ എന്ന് പറയുന്ന പ്രധാന ആവശ്യം ഇവന്മാരെന്തുണ്ടാക്കരുത്, ഒരു വെപ്പൺ ഉണ്ടാക്കരുത് എന്നായിരുന്നു. അതിന് ശേഖരിച്ച് വെച്ച സമ്പുഷ്ടീകരിച്ച യുറേനിയം മൊത്തം എടുത്തു വെച്ച സ്ഥലങ്ങളൊക്കെ അടിച്ചിട്ട് അതവരുടെ സെക്കൻഡറി ആവശ്യം. ഇവരുടെ പ്രൈമറി ആവശ്യം എന്താ പറയുക, ഈ റെജീമിനെ താഴെ ഇറക്കുക, ഇറാനിലുള്ള റെജീമിനെ താഴെ ഇറക്കുക. അതിന് അവർക്ക് ആദ്യം ചെയ്യേണ്ട എന്താ, ആയത്തുള്ള അലി ഖമീനി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സുപ്രീം, ഇറാൻ്റെ സുപ്രീമിനെ തട്ടുക എന്നുള്ളതാണ്. അതാദ്യം ഒന്ന് ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ ഇട്ട് നോക്കി. അമേരിക്ക അപ്പം അത് എതിർത്തു. അമേരിക്ക എതിർത്തു. പിന്നെ അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് തന്നെ നിങ്ങൾ ഞങ്ങളെ റഡാറിലാണ്, എപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് തട്ടാൻ നിങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളൊരു ത്രെട്ട് കൊടുത്തു. ഇനി അടുത്തത് ചിലപ്പോൾ ലോകം കേൾക്കുന്നത് ആയത്തുള്ള അലി ഖമീനി എന്ന് പറഞ്ഞിട്ടുള്ള സുപ്രീം ഇറാൻ ലീഡറിനെ ഇമാര് തട്ടിയെന്നായിരിക്കും. ഉറപ്പാണ്. ഇമാരുടെ അടുത്ത ലക്ഷ്യം ഇതാണ്. ഈ ഒരു ലക്ഷ്യം നിറവേറണം എന്നുള്ളത് ഏറെക്കുറെ എല്ലാ അറബ് രാജ്യങ്ങളുടെ ആവശ്യമാണ്. ബിക്കോസ് ഓഫ് ദി ഷിയ സുന്നി സീൻസ്. അത് കാരണം ഇറാൻ എന്നും, ഒരു ഷിയ രാജ്യമായ ഇറാൻ എന്നും
അയത്തുള്ള അലി ഖമീനിയുടെ ഈ ഒരു റിജീമിന് താഴെ എല്ലാ അറബ് രാജ്യങ്ങൾക്കും ഒരു ത്രെട്ടാണ്, അല്ലെങ്കിൽ അവരില്ലായ്മ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. അതെല്ലാ അറബ് രാജ്യങ്ങൾക്കും അങ്ങനെയാണ്. അതിന് എന്തൊക്കെ പറഞ്ഞാലും ആ സുന്നി ഷിയ കോൺഫ്ലിക്റ്റ് അവിടെ ഉള്ളിടത്തോളം കാലം അത് മുതലാക്കാൻ അമേരിക്ക ഇസ്രായേലിനെ വെച്ച് കളിക്കും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ കോൾ. ഇത് ഞാൻ കഴിഞ്ഞ ജൂണിൽ പറഞ്ഞതാണ്. ഇതിലിപ്പോൾ ആകെ എനിക്ക് ഇന്നൊരു മാറ്റം തോന്നുന്നത് ഈ അമേരിക്കയുടെ പ്രോക്സിയായിട്ട് ഇസ്രായേൽ നിൽക്കുന്നതല്ല, ഇസ്രായേലിൻ്റെ പ്രോക്സിയാണ് അമേരിക്ക എന്നുള്ളത് മാത്രമേ എനിക്കിതിലൊരു മാറ്റമായിട്ട് തോന്നിയിട്ടുള്ളൂ ഇതുവരെ. കാരണം ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ആ ഒരു ആസ്പെക്റ്റിലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നെതന്യാഹുവിന് തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സർപ്രൈസ് മിസൈൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ഇറാൻ. പക്ഷേ നാളെ ചിലപ്പോൾ നെതന്യാഹു രാവിലെ എണീച്ചിട്ട് ടെലവീവ് കൂടി നടന്നു പോകുന്ന വീഡിയോ ഒക്കെ ചിലപ്പോൾ ഇവന്മാരെടുത്ത് പുറത്തിടും. സോ അത് കൺഫേം ആക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കൺഫേം ആയിട്ടില്ല. അതുപോലെ ഇറാൻ്റെ അടുത്ത അവരുടെ പരമോന്നത നേതാവായിട്ട് അയത്തുള്ള അൽസീറ അറാഫി ചങ്ങായിനെ തട്ടി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പുറത്ത് വരേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ കശ്മീരിൽ ശ്രീനഗറിൽ എൻ്റെ മക്കൾ എവിടുന്നും കാണാത്ത ഇറാൻ സ്നേഹവും ഖമനേനി സ്നേഹമൊക്കെ ഒന്ന് വഴിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വഴിഞ്ഞൊഴുകുക ഇൻ ദ സെൻസ് ഒരു പെൺകുട്ടി പറയുന്ന ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാട്ടോ. बिल्कुल जाऊंगी मैं, बिल्कुल मुझे एक बार मोदी जी कहते कि यहाँ से चले जाओ, मैं आपको इजाजत दे रहा हूँ, और मुझे ईरान बुला ले, मैं यहाँ से ट्रम्प को नेतन्याहू को मारने के लिए जरूर जाऊंगी। मैं वो हुसैनी जो डरते नहीं है, हम 1400 साल से देखते आ रहे हैं, हमारे बड़ों ने भी यही सिखाया है कि हमेशा गलत के खिलाफ आवाज उठाओ। अगर आज सानी खामनेई साहब को मारा इन्होंने, जो शहीद किया गया है, എൻ്റെ പൊന്നു മോളെ, അനക്ക് പോകണമെന്നാണെങ്കിൽ ഇറാനിക്ക് വല്ല ബാഗ് കൊടുത്ത് നടന്നു പോകും, അല്ലെങ്കിൽ വല്ല കഴുതക്ക് പുറത്തും കയറിപ്പോ. ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് കാശും ചിലവാക്കി ഞങ്ങളുടെ പൈസയും ചിലവാക്കി നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കുന്ന ടാക്സിൻ്റെ പൈസ ഖജനാവ് കിടക്കുന്നത്. അത് എനിക്ക് ഇറാനിൽ പോകാൻ വേണ്ടി എനിക്ക് ഫ്ലൈറ്റ് എടുത്ത് തരാനുള്ള സാധനമല്ല. ഇനിയിപ്പോൾ അങ്ങനെ പ്രൈം മിനിസ്റ്റർ എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയുമ്പോൾ എടുത്ത് കൊടുക്ക്, പുല്ല് പോയി തൊലയട്ടെ. ഇതൊക്കെ ഈ ചെറിയ കുട്ടികളുടെ തലയിലേക്ക് ഇപ്പം നടക്കുന്ന ജിയോ പൊളിറ്റിക്സിൻ്റെ നേരെ മതം പറഞ്ഞ് കുത്തിവെക്കുന്ന കുറേ നാറികളുണ്ട് ഇവിടെ. ടു ബി ഓണസ്റ്റ്, തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല. ഞാനിവിടെ കാണുന്നതും കേൾക്കുന്ന കുറേ വീഡിയോസിനകത്ത് ചെറിയ പിള്ളേർ വന്നിട്ട് ഇതിപ്പോൾ നോർത്തിലാണ് അല്ലെങ്കിൽ ശ്രീനഗറിലാണ് മോളിക്കല്ലേ നടക്കണമെന്നൊന്നും പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഇവിടെയും കുറേ ആൾക്കാർ ഇരുന്നിട്ട് ഗ്ലോറിഫൈയിങ് ആണ്. നമ്മളെ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ വായ തുറക്കാൻ പഠിക്കുന്നവർ അപ്പുറത്തെ രാജ്യത്ത് പറ്റിയതിന് മതം പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ റെജീം ഈ പറഞ്ഞ ഖമനേനിയുടെ ഈ ഒരു റെജീം കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ മറന്നുപോയിട്ടാണോ? ഇന്ന് ഞാൻ 1-2 പേരോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ വോയിസിൽ റാൻഡം ആളുകളാട്ടോ, ഞാൻ ഇൻസ്റ്റാഗ്രാം റീലിട്ടതിന് ശേഷം പിന്നെ എനിക്ക് ഇരിക്കപ്പുറതില്ല. കുട്ടികളെ കൊന്നത് നീ കണ്ടില്ലേ, കുട്ടികളെ കൊന്നത് നീ കണ്ടില്ലേ, ഇതിങ്ങനെ വന്ന് ഇതന്നെ ചോദിക്കുന്നുണ്ട്. IRGCയുടെ ഗാർഡുകൾ പ്രൊട്ടസ്റ്റ് ചെയ്ത ആളുകളെ തട്ടിയ സമയത്ത് ഒരു 10,36,000 ആളുകളെ കൊന്നു തള്ളിയിട്ടുണ്ടായിരുന്നു. അന്ന് അയത്തുള്ള ഖമനേനി പറഞ്ഞത് രാജ്യത്തിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു ടെററിസ്റ്റുകളാണ്. കൊന്നു തള്ളിയിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു എന്നുള്ള എണ്ണം ഇവർ എണ്ണി നോക്കിയിട്ടുണ്ടോ? ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. അലി ഖമനേനി ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് ഈ ഒരൊറ്റ എഴുത്തിലുണ്ട്. ഇതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചാൽ മതി. ഞാൻ ഈ എണ്ണിപ്പെറുക്കിയിരുന്ന് പറയുന്നില്ല. അവിടെയും ഹിജാബിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും അവിടുത്തെ ഭരണകൂടത്തിന് അനുസരിക്കുന്നില്ല എന്നുള്ള പേരിലും കുട്ടികളെയും പെണ്ണുങ്ങളെയും അടക്കം എല്ലാവരും കൊന്നു തള്ളിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കില്ല, അതിനെക്കുറിച്ചൊന്നും പറയില്ല. ഇസ്രായേൽ കൊണ്ടുപോയി സ്കൂളിൻ്റെ മുകളിൽ ബോംബിട്ടപ്പോൾ കുട്ടികൾ മരിച്ചു. ഇതൊരു തരം വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത്. റീൽസ് വിൽപ്പന എന്ന് പറയും ഇതിന്. മതം പറഞ്ഞ് പച്ചയ്ക്ക് വർഗീയത തുപ്പിക്കൊണ്ടുള്ള റീൽസ് വിൽപ്പന, റീൽസ് ഫോർ സെയിൽ. കണ്ടന്റ് എന്താ? കുറച്ച് റിലീജിയൻ കയറ്റുന്നു, കുറച്ച് ഇമോഷണൽ സാധനങ്ങളും BGM ഇടുന്നു, കുട്ടികളെ തീർത്തു മറ്റേ തീർത്തു എന്ന് പറയുന്നു. എന്നാൽ ആ രാജ്യത്ത് എന്തായിരുന്നു ഇവർ ചെയ്തിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും കൂടിയും പറയണം. ആരും അത്ര നല്ലവരൊന്നുമല്ല. ഇസ്രായേലും നല്ലവരല്ല, അമേരിക്കയും നല്ലവരല്ല, പറഞ്ഞ ഇറാനും നല്ലവരല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഹിഡൻ അജണ്ട. എന്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പ്രൈം മിനിസ്റ്റർ അടക്കം ഇപ്പോഴത്തെ ഭരണകൂടത്തിനും ഉണ്ട് ഹിഡൻ ആയിട്ടുള്ള അജണ്ടകൾ. പിന്നെ കുറേ എണ്ണങ്ങൾ ഇത് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്സ്റ്റീൻ ഫയൽസ് മുക്കാനാണെങ്കിൽ വല്ല ആമസോൺ റിവറിലും കൊണ്ട് എറിയേണ്ടിയിരുന്നു. പിന്നെ ഒരു വേൾഡ് വാർ ഉണ്ടാക്കി ഇത്രയും അവരുടെ
റിസോഴ്സ് ഫുൾ ഉപയോഗിച്ചിട്ടാണല്ലോ എപ്സ്റ്റീൻ ഫയൽസ് നോക്കി. അത്ര വലിയ പൊത്തകായിട്ട് കാണുന്നുണ്ടോ നിങ്ങൾ ഈ എപ്സ്റ്റീൻ ഫയൽസിനെ? അതിനകത്തുള്ള ഒരുത്തിനൊരു കോപ്പും പറ്റിയിട്ടില്ല. എപ്സ്റ്റീൻ ഫയൽസും കഴിഞ്ഞ് സംസാരിച്ച് അതിൻ്റെ സാധനങ്ങളും സൈഡാക്കി എല്ലാം മാറ്റി എടുത്തു വെച്ച് പോയി. അതുള്ളവർക്കൊന്നും ഒരു പുല്ലും സംഭവിച്ചിട്ടില്ല. ആ പേരുകളൊക്കെ ഇന്നും സൊസൈറ്റിയിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ ഇവിടെ ഇരുന്നുകൊണ്ട്, നമ്മളെ നാട്ടിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് അനുഭവിക്കുന്നുമുണ്ട്. അതൊക്കെ പെരിയ ഗെയിം. അതൊരു എന്താ പറയുക, വേറൊരു കൈൻഡ് ഓഫ് ഐറ്റം ആയിരുന്നു. ദിസ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. ഇതെന്താ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ അമേരിക്കയും ഈ പറഞ്ഞ ഇറാനും ഇസ്രായേലും ഇറാനും സൗദിയും ഇറാനൊക്കെ തമ്മിലുള്ള പഴയ ബന്ധങ്ങളും ഇതെവിടെ മോശമായി, ഇത് എന്തിൻ്റെ പേരിൽ മോശമായി എന്നുള്ളതിനൊരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അല്ലാതെ ഇന്നോ ഇന്നലെ ഒരു എപ്സ്റ്റീൻ ഫയൽസ് ഇറങ്ങിയത് കൊണ്ടോ ഒരു സ്കൂളിൻ്റെ മുകളിൽ ബോംബ് വീണ് കുറേ കുട്ടികൾ മരിച്ചത് കൊണ്ടോ ഉള്ള വിഷയങ്ങളൊന്നും അല്ല ഇത്. മനസ്സിലായോ? Oil was discovered in southwestern Iran at the start of the 20th century. This redefined the role of the country on the global stage and began a complex journey with the West, and especially the United States. A British company that would later become BP set up Iran's oil industry, and business was good. But over time, there were growing calls from Iranians for more control. The problem was there was so much wealth to be gained from the oil that was being extracted, that then they could see all of that money just leaving the country. And so it's that history of feeling that this is oil on Iranian territory, under their ground, and they're not getting any of the benefit from it. One of the strongest voices was Prime Minister Mohammad Mossadegh. He came to power promising to nationalize Iran's oil, which he did in 1951. As a result, Britain, supported by America, boycotted Iranian oil, causing exports to all but collapse over the next 2 years. Then, in 1953, American and British intelligence agencies orchestrated a coup to push him out. So America saw Mossadegh as being someone who would develop ties between Iran and Russia. So basically, it was an opportunity that then allowed American oil companies to get a foothold in the Iranian market. The coup cemented control of the Western-backed Shah, or King of Iran, Mohammad Reza Pahlavi. For the next 26 years, with support from the US, the Shah built infrastructure. 1951 മൊസ്ഡക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അവിടെ വന്ന് അവർ ഈ ഇറാന് വേണ്ടി, അതായത് ഇറാനിൽ അത്രയും കാലം ഉണ്ടാക്കിയിരുന്ന എണ്ണ മൊത്തം US എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ബെനിഫിറ്റിനായിട്ട് വിറ്റ് തൊലച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റി അത് ഇറാനിയൻ ജനതയ്ക്ക് കൂടി പ്രോഫിറ്റബിൾ ആവുന്ന രീതിയിൽ കൊണ്ടുവന്നതെന്ന് അയാൾ അട്ടിമറിച്ച് ഷാ റെജീമിനെ കൊണ്ടുവന്ന് അവിടെ അതൊരു അമേരിക്കൻ പ്രോക്സി ആയിട്ട് ഷാ റെജീമിനെ കൊണ്ടു നടക്കുന്ന കാലത്താണ് ഈ പറഞ്ഞ IRGC അടക്കം വരുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പ് അടക്കം ബിൽഡ് ചെയ്ത് 1979 റവല്യൂഷൻ ഇറാൻസ് ഇസ്ലാമിക് സിസ്റ്റം ഇവർ ബിൽഡ് ചെയ്ത് അതൊരു ഐഡിയോളജിയാക്കി ഒരു മുസ്ലിം രാജ്യമാക്കി ഇസ്ലാമിക രാജ്യമാക്കി കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അമേരിക്കയും ഈ പറഞ്ഞ ഇറാനും സൗദിയും ഇസ്രായേലും ഇതൊക്കെ ഒരു ലൂപ്പിനകത്ത് പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതിനകത്തൊരു മതം മാത്രമല്ല, ആ എലമെൻ്റ് മാത്രമല്ല ഉള്ളത്, അതിനുപരിയും കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു എപ്സ്റ്റീൻ ഫയൽസ് കൊണ്ട് ഇപ്പോൾ പൊട്ടിമുളച്ച വിഷയങ്ങളൊന്നും അല്ല എന്നുള്ളതൊക്കെ ദയവ് ചെയ്തിൻ്റെ ഏതെങ്കിലും കുട്ടികൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്കൊക്കെ ഫീഡ് ചെയ്ത് പറഞ്ഞു തരുന്നവർ ഇതിൻ്റെ മതം എലമെൻറ്റ് മാത്രമേ പറഞ്ഞു തരുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇമോഷൻ കൂട്ടാൻ വേണ്ടി കുട്ടികളെ കൊന്നു എന്നുള്ള സാധനം മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. കുട്ടികളൊക്കെ ഇവിടെ എല്ലാ യുദ്ധത്തിലും കുട്ടികളെയും പിഞ്ചുകളെയൊക്കെ കൊല്ലുന്നുണ്ട്, മരിച്ചിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ വലിയ വലിയ യുദ്ധങ്ങളുണ്ടാകുമ്പോൾ മരണപ്പെടാം. മനസ്സിലായോ? അത് വേറെ സീന്. ഇനി ഇവിടെ നമുക്ക് സൗദി അറേബ്യയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞില്ലേ. സൗദി അറേബ്യക്ക് ഞാൻ പറഞ്ഞല്ലോ വിൻ വിൻ സിറ്റുവേഷനാണ്. സൗദി അറേബ്യനെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ എന്താ പറയുക, അവർ ഉദ്ദേശിച്ച പരിപാടി നടന്നു എന്നുള്ളൊരു സന്തോഷത്തിൽ അവർ മുന്നോട്ട് പോയിക്കോളും. സൗദിയാണ് സത്യത്തിൽ ഇതിനകത്തൊരു ശരിക്കൊരു ക്രിക്കറ്റ് ഗെയിം കളിച്ചൊരു ഐറ്റം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അബ്രഹാം അക്കൗണ്ട് തന്നെ അവരാണ് മുൻകൈ എടുത്തതും
ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത്രയും സമാധാനം എന്നുള്ളതായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ₹1 ചിലവില്ലാതെ അവരുടെ ശത്രു കൊണ്ട് ഇല്ലാതായി കിട്ടി. പിന്നെന്താ പറയുക, ഇവർ ഒരു എന്താ പറയുക, ഡേ ലൈറ്റിൽ ഡിപ്ലോമസി പറയും, അല്ലാത്ത സമയത്ത് അണ്ടർ കൂടി പ്ലേ ചെയ്യുവാണ് സൗദിയുടെ പരിപാടി. അപ്പോൾ അതെന്താണെങ്കിലും ഇപ്രാവശ്യം അത് വിസിബിളായി ഭയങ്കരമായിട്ട്. ഈ ഒരു ഇറാൻ അടിച്ചിട്ടതിൽ നിന്ന് അത് വളരെ വിസിബിളായിട്ടുള്ളൊരു കാര്യമായിട്ട് ലോകരാജ്യങ്ങൾക്കും ലോകത്തുള്ള ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട്. എന്താണെങ്കിലും ഇനി വരും ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. എഗെയിൻ ഞാൻ പറയുന്നു, GCC കൺട്രീസിലുള്ളവരും ഈവൻ നമ്മൾ ഇന്ത്യയിലുള്ളവരടക്കം അത്രയും സേഫ് അല്ല. കാരണം ഇവിടെ ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ ഒരു തലവൻ അടക്കമുള്ള സമയത്തും അവരുടെ സിസ്റ്റം അപ്പ് ആൻഡ് റണ്ണിങ് ആകുന്ന സമയത്ത് തന്നെ അവരെന്താണ് ഈ പ്രിസൈസ് അറ്റാക്കുകൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ അവരിലുണ്ട്. മനസ്സിലായോ? എറിയാൻ നല്ല ആയുധം കയ്യിലുണ്ട്, പക്ഷെ ഇത് എവിടെ കൊണ്ടുപോയി കൊള്ളിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള സിസ്റ്റം ഈ മണ്ടന്മാർക്ക് അറിയില്ലായിരുന്നു. അത് അന്നും അറിയില്ല, ഇന്നിത് പറഞ്ഞു കൊടുക്കാനും ആളില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ പൂഴിമണൽ വാരി മൂളിക്ക് എറിഞ്ഞ പോലെ ഇത് തീരണ വരെ എടുത്തടിച്ചുകൊണ്ടിരിക്കും. ഇനി ആരെങ്കിലും പോയി ഉമ്മാനെ സഹായിച്ചാലേ ഉള്ളൂ. അതൊന്നും പ്രത്യക്ഷത്തിൽ ഇങ്ങനെ പറയാന്നല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യം പോയിട്ട് ഉമ്മാനെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇറാൻ ഒരു വഴിക്ക് അങ്ങോട്ട് പോകും തോന്നുന്നു. എന്താണെങ്കിലും വരും ദിവസങ്ങളിലുള്ള എസ്കലേഷൻസ് നമുക്ക് നോക്കാം. എഗെയിൻ ഞാൻ പറയുന്നു, ഒരുപാട് പേര് GCC കൺട്രീസിലുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സൊക്കെ അവരുടെ കൺസേൺസൊക്കെ, ചിലരൊക്കെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ബട്ട് മേക്ക് ഷുവർ ഗൈസ്, ലൈക്ക് യു ഗൈസ് ആർ സേഫ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു അന്തവും ബുദ്ധിയില്ല. അവരുടെ തന്നെ ഫോറിൻ അലയൻസ് മിനിസ്റ്റർ പറഞ്ഞതാണ്, അവർക്ക് എന്താ നടക്കണമെന്നൊന്നും അറിയില്ല. എപ്പോഴോ എന്തോ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ ഈ സെറ്റിൽമെൻറ്റ്സിൽ കയറി അടിക്കണമെന്ന്. അന്ന് പറഞ്ഞത് ഇന്നും ഫോളോ ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഏതെങ്കിലും ബങ്കറിലിരിക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഷിപ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തനാവും തീരുമാനിക്കുന്നത് എവിടെ പോകണം എന്നുള്ളത്. അല്ല ഇതിനൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഒന്നും പോകുമാർക്ക് ഇല്ല. ഒരു ഫുൾ സ്കെയിൽ വാർ മീറ്റ് ചെയ്യാനുള്ള സെൻട്രലൈസ്ഡ് സിസ്റ്റമൊക്കെ ഇറാൻ്റെത് പോയി എന്നുള്ളത് അതിൻ്റെ വിദേശകാര്യമന്ത്രി പറയുമ്പോണ്ടല്ലോ, സത്യത്തിൽ അവിടെയാണ് പേടിക്കേണ്ടത്.